നമുക്കറിയാം, മലയാളികൾക്ക് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട താര ജോഡികളായിരുന്നു മഞ്ജു വാര്യരും അതുപോലെ ദിലീപ്. അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു ജോഡി, ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണുമ്പോൾ തന്നെ. ഇവരുടെ വിവാഹം നടന്ന സമയത്തൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഒരു ഒളിച്ചോട്ട കല്യാണം എന്ന് വേണമെങ്കിലും പറയാമായിരുന്നു അല്ലേ. എന്തായാലും ഈ ഒരു വിവാഹത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമയിൽ നിന്ന് മാറി നിന്നും വീടും കുടുംബവുമായിട്ടൊക്കെ തന്നെയാണ് മഞ്ജു വാര്യർ ഒതുങ്ങി നിന്നത്. ഇവർക്കും മീനാക്ഷി എന്ന ഒരു മകൾ കൂടിയുണ്ട്. 1998 ഈ ഒരു ദിലീപും മഞ്ജു വാര്യർ തമ്മിലുള്ള വിവാഹം നടന്നത്. 14 വർഷത്തിന് ശേഷം, അതായത് 2014 ഇരുവരും വിവാഹമോചിതരാകുന്നത്. ഇവരുടെ വിവാഹം പോലെ തന്നെയായിരുന്നു ഇവരുടെ വിവാഹമോചനം. ഏറെ ചർച്ചകളിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നും ആ ഒരു ചർച്ചയ്ക്ക് ഒരു അറുതിയും വന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഒരു വിവാഹമോചനം എന്തുകൊണ്ട് നടന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചും ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. പലരും പല രീതിയിലും പല കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു വിവാഹമോചനത്തെ കുറിച്ച് മഞ്ജു വാര്യരും ദിലീപും ഒരു വേദിയിലും വന്ന് തുറന്നു പറഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവർക്ക് പരസ്പരം ചെളിവാരി തേക്കാൻ ഇഷ്ടമല്ല. നമുക്കറിയാലോ, ഇപ്പോഴത്തെ സെലിബ്രിറ്റികൾ വിവാഹമോചിതരായാൽ ഏറ്റവും കൂടുതൽ പരസ്പരം ചെളിവാരി എറിയുന്ന ഒരു സമയമാണ്. പക്ഷേ ഇവിടെ ആ ഒരു ബന്ധത്തിന് എന്താണ് ഒരു മാന്യത കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരുവരും ആ ഒരു വിവാഹമോചനം ഏറ്റെടുത്തതും അവരുടെ കാര്യങ്ങൾ നോക്കി സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഈ ഒരു വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ ഫസ്റ്റിലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് മറ്റേ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു പരസ്യത്തിനായിരുന്നു. അതിലെ അമിതാഭ് ബച്ചനോടൊപ്പം അഭിനയിച്ചാണ് മഞ്ജു വാര്യർ ഇതിലേക്ക് ഒരു തുടക്കം കുറിച്ചിരുന്നത്. ഇതിനുശേഷമാണ് മഞ്ജു വാര്യർ ഈ ഒരു വിവാഹമോചനത്തിന് ശേഷം ഏറ്റവും ഫസ്റ്റ് അഭിനയിച്ച ഒരു സിനിമയാണ് ഹൗ ഓൾഡ് ആർ യു. വലിയ രീതിയിൽ അത് വിജയമാവുകയും ചെയ്തു. ഇന്നും ആ ഒരു സിനിമയെ കാണുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടിവേഷണൽ ആയിട്ടാണ് തോന്നുന്നത് അല്ലേ. കാരണം അതിലെ ഓരോ വരികളും ഓരോ പാട്ടുകളും അതുപോലെ തന്നെ ആ ഒരു സിനിമ ഒട്ടുമിക്ക മലയാളികൾക്ക് അല്ലെങ്കിൽ ഒട്ടുമിക്ക ഇതുപോലത്തെ സ്ത്രീകൾക്ക് എന്താ പറയുക, ഒരു പ്രചോദനം തന്നെയാണ് ആ ഒരു ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ ഭയങ്കര രീതിയിൽ ഹിറ്റാവുകയും ചെയ്തു. എന്തായാലും ആ ഒരു തുടക്കത്തോടു കൂടി തന്നെ മഞ്ജു വാര്യർ തന്റെ സിനിമാ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെയാണ് ദിലീപ് വിവാഹമോചനത്തിന് ശേഷം കാവ്യ മാധവനെ വിവാഹം കഴിച്ചതും. അതും ശരിക്കും പറഞ്ഞാൽ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ കേട്ട ഒരു പേരായിരുന്നു അത്. മറ്റൊരു പേരായിരുന്നു കാവ്യ മാധവനും ദിലീപും. ഓൾറെഡി ദിലീപും മഞ്ജു വാര്യർ അഭിനയിച്ച സമയത്ത് അന്ന് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നത് മഞ്ജു വാര്യർ ദിലീപ് എന്ന പേര് തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു ഗോസിപ്പ് കോളങ്ങളിൽ ഈ കാവ്യ മാധവന്റെ പേര് ചേർക്കപ്പെട്ടു. അപ്പൊ പിന്നീട് ദിലീപ് പറഞ്ഞ കാര്യമാണ്, അതായത് താൻ കാരണം പഴി കേട്ട ആ ഒരു പെൺകുട്ടി തന്നെയാണ് ദിലീപ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും കഴിക്കുകയും ചെയ്തും. അവർക്ക് മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു മകൾ കൂടി ഉണ്ട്. ഇതിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെലിബ്രിറ്റികളുടെ തന്നെ, അതായത് കാവ്യ മാധവൻ, മഞ്ജു വാര്യർ, ദിലീപ്, മീനാക്ഷി ദിലീപ്, ഇവരുടെ ചർച്ചകൾക്ക് ഇന്നും ഒരു അറുതി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ദിലീപിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നടിയെ ആക്രമിച്ച ആ ഒരു കേസ് തന്നെയാണ് ദിലീപിനെ ഇപ്പോഴും ആ ചർച്ചകളിൽ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ മഞ്ജു വാര്യർ ആയാലും കാവ്യ മാധവനായാലും മകൾ മീനാക്ഷി ദിലീപ് ആയാലും ഇവരെല്ലാം സോഷ്യൽ മീഡിയയിലെ ഓരോ രീതിയിലും ചർച്ചയ്ക്ക് തന്നെ കാരണമായിട്ടുണ്ട്. പലരും പല രീതിയിൽ ഇന്നും അതിന് ഒരു അറുതി വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇന്നും അതുപോലെ തന്നെ ഒരു പഴയ വീഡിയോ, അതായത് ദിലീപ് പറഞ്ഞ കുറെ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. അതിൽ ദിലീപ് തങ്ങൾ പിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ കാവ്യ അല്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് തുറന്നു പറയുന്നത്. മഞ്ജു വാര്യർ തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു എന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാവ്യ അല്ല എന്ന് പറയുന്ന ദിലീപിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വീഡിയോയിൽ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ: ഞാനും എന്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃബന്ധം മാത്രമായിരുന്നില്ല. ശക്തരായ കൂട്ടുകാരായിരുന്നു, എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. അതുപോലൊരു സൗഹൃദത്തിലാണ് ഇങ്ങനൊരു സങ്കടകരമായ അവസ്ഥയുണ്ടായത്. അതിൽ വിഷമമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം മഞ്ജു വാര്യരുമായിട്ട് വിവാഹമോചനം കഴിഞ്ഞ ആ ഒരു ടൈമില് ഈ അവതാരകൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ദിലീപ് പറയുന്നുണ്ട് കാവ്യ അല്ല കാരണക്കാരി. പക്ഷെ അത് കഴിഞ്ഞാണ് വിഷയമുണ്ടാകുന്നത്. അതായത് ഈ ഒരു വിവാഹമോചനമല്ല, അതിനുശേഷമുണ്ടായ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചർച്ചയായെന്നാണ് ദിലീപ് പറയുന്നത്. അതായത് അതിലേക്ക് കാവ്യ മാധവൻ എന്ന പേര് വലിച്ചിഴക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അത് അപ്പോഴൊന്നും അല്ല, മുൻപേ തന്നെ ദിലീപും കാവ്യ മാധവനൊക്കെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നതാണ്. ശരിക്കും ഈ ഒരു സംഭവം ശരിക്കും ഇത് തന്നെയാണ് മഞ്ജു വാര്യരുമായിട്ടുള്ള വിവാഹമോചനത്തിന് കാരണമെന്ന് ദിലീപ് പറഞ്ഞില്ലെങ്കിൽ പോലും അത് മലയാളികൾക്ക് മനസ്സിലാക്കിയത് ആ ഒറ്റ കാര്യം തന്നെയാണ്. പലരും പല വർത്തമാനങ്ങളും പറയുന്നു. ഞാൻ ന്യായീകരിക്കുകയല്ല, ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാവ്യയെ വെള്ളപൂശി റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത്. സത്യസന്ധമായ കാര്യവും കാവ്യയല്ല ഇതിന് കാരണം എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. അപ്പൊ മെയിൻ കാരണം കാവ്യ മാധവൻ അല്ല എന്ന് ദിലീപ് എടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ദിലീപ് എത്ര എടുത്ത് പറഞ്ഞാലും ശരി, കാവ്യ തന്നെയാണ് ഇതിന് മെയിൻ കാരണമെന്ന്
എല്ലാവർക്കും അറിയാം. കാരണം കാവ്യ മാധവന്റെ എൻട്രി തന്നെയാണ് മഞ്ജു വാര്യർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ എന്താ പറയുന്നത്, ഒരു ഉലച്ചിലുണ്ടായത് തന്നെയാണ്. ഇപ്പോൾ മകൾ മീനാക്ഷിയും ദിലീപിനോടൊപ്പമാണ്. മഞ്ജു വാര്യർ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കഴിയുകയാണ്, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വേണം പറയല്ലേ. അതുപോലെ തന്നെ മകൾക്ക് അച്ഛനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് മകളെ താൻ സ്വന്തമാക്കാത്തതെന്ന് മഞ്ജു വാര്യർ പലപ്പോഴും പറയുന്നത് നമ്മൾ ഇന്റർവ്യൂകളിൽ കേട്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകൾ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കണ്ട് പലർക്കും എന്താ പറയുക, ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്, എന്നാൽ അതേപോലെ തന്നെ വിമർശിക്കുന്നവരുമുണ്ട്. നല്ല സുഹൃത്തായിട്ടാണോ മഞ്ജുവിനെ ഉപേക്ഷിച്ച് കാവ്യ വിവാഹം കഴിച്ചത് എന്നാണ് പലരും ചോദിക്കുന്നത്. അതൊരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമല്ലേ. ഇത്രയും നല്ല സുഹൃത്തായതുകൊണ്ടായിരിക്കാം വേറൊരു കല്യാണം കഴിച്ചത്. പിണക്കത്തിന് ഒരു ഇണക്കം ഉണ്ടാകുമായിരുന്നല്ലോ, അത് ശരിയാണല്ലോ. ഒരു പിണക്കം ഉണ്ടായിരുന്നെങ്കിൽ നല്ല മനസ്സിലാക്കുന്ന ഒരു ഭാര്യയും ഭർത്താവാണ്, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞെങ്കിൽ ശരി, ഈ ഒരു പിണക്കത്തിന് ശേഷം ഒരു ഇണക്കം എന്തായാലും ഉണ്ടാകുമായിരുന്നല്ലോ. അതും ചോദ്യങ്ങൾ. ആ ഒരു കമന്റ് വാലിഡ് ആയിട്ടുള്ള കമന്റ് തന്നെയല്ലേ. ശരിക്കും സ്നേഹമുള്ളിടത്താണ് ഇത്തരം ഇണക്കവും പിണക്കവും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇതൊരിക്കലും പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെയാണ് മഞ്ജു വാര്യരും ദിലീപും വിവാഹമോചിതരായത്. ഒരുപക്ഷെ ദിലീപ് കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം വെറും ഇഷ്ടമായിരുന്നു. മഞ്ജു ചേച്ചി വേറെ കല്യാണം കഴിക്കാതെ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ പോയത് അത് നിങ്ങളോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഏതായാലും മഞ്ജു വാര്യർ സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ്. ശരിക്കും അവര് ഈ ഒരു സ്ത്രീകൾക്ക് ഒരു മാതൃക എന്ന് തന്നെ പറയും. പലരും ഇതിനെ മഞ്ജു വാര്യരെ തന്നെയാണ് മുൻനിർത്തിക്കൊണ്ട് പലരും ഉദാഹരണങ്ങൾ പറയുന്നത് അല്ലെ. അവർ ചെയ്യുന്ന കഥാപാത്രമായാലും അവർ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്ന നിലയിലായാലും ശരിക്കും ഒരു പ്രചോദനം തന്നെയാണ് മറ്റുള്ള സ്ത്രീകൾക്ക്. കാവ്യ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ദിലീപേട്ടനും ഞാനും സഹോദര ബന്ധം പോലെയാണ്. എന്നിട്ടോ ആ സഹോദര ബന്ധം എല്ലാം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചു. അത് നമ്മൾ കണ്ടതാണ് കേട്ടോ. പല ഇന്റർവ്യൂകളിൽ കാവ്യ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്, ദിലീപേട്ടനും കാവ്യ മാധവനും അതുപോലെ സഹോദര ബന്ധമാണ്. ഈ സഹോദര ബന്ധത്തിന് എന്ത് സംഭവിച്ചു? എന്തായാലും ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമാവുകയും ചെയ്തു, അതിലൊരു മകൾ ഉണ്ടാവുകയും ചെയ്തു. പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ദിലീപ് പറയുന്നത് പച്ചക്കള്ളം തന്നെയാണ്. ഒരു സഹോദരിയും സഹോദരനും ഒരിക്കലും വിവാഹം കഴിക്കില്ല. കറക്റ്റ് ആണ്. ഇപ്പോൾ സഹോദരനും സഹോദരിയായിട്ടിരിക്കുന്ന ഒരു റിലേഷനിൽ ഇരുന്നാൽ പോലും എന്തൊക്കെ ഗോസിപ്പ് കേട്ടാലും ശരി, അത് വിവാഹത്തിലേക്ക് പോകുമോ? ഇല്ല, ഒരിക്കലും പോകത്തില്ല. നിങ്ങൾ രണ്ടാളും വേറെ ഒരാളെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ. കാവ്യ പിടിച്ചിട്ടതല്ല, കാവ്യ തന്നെയാണ് കാരണം. ഇതൊക്കെ കമന്റ് ബോക്സിൽ വന്ന കുറെ ആൾക്കാരുടെ വിമർശനങ്ങൾ തന്നെയാണ്, അവരുടെ പ്രതികരണമാണ് കേട്ടോ. ദിലീപിനെ എല്ലാ മലയാളികൾക്കും ഇഷ്ടമായത്, പക്ഷേ കാവ്യയെ കല്യാണം കഴിച്ചപ്പോൾ അത് പോയി. അത് മഞ്ജുവിനോടുള്ള ഇഷ്ടമാണ്. താങ്കളെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഏത് നിലയിൽ എത്തേണ്ട ആളായിരുന്നു മഞ്ജു. അത് കറക്റ്റാണ് കേട്ടോ. മഞ്ജുവിന്റെ കരിയർ എന്ന് പറയുന്നത് ഈ ദിലീപിനെ വിവാഹം കഴിച്ചതോടുകൂടി അങ്ങ് സ്റ്റോപ്പായി എന്നാണ് പറഞ്ഞത്. കാരണം മഞ്ജു ആ സമയത്ത് തിളങ്ങി നിൽക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ മഞ്ജു ഏറ്റെടുത്ത എല്ലാ പ്രോജക്റ്റും വൻ ഹിറ്റുകൾ തന്നെയായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ഒളിച്ചോട്ടോ വിവാഹം എല്ലാം നടന്നത്. ശരിക്കും അതോടെ തന്നെ മഞ്ജു വാര്യരുടെ കരിയർ വരെ നഷ്ടമായി. നിങ്ങൾക്ക് വേണ്ടി തന്റെ കരിയർ വരെ മഞ്ജു ഉപേക്ഷിച്ചു, പക്ഷേ തിരിച്ചു വരവിൽ അവർ അതെല്ലാം നേടിയെടുത്തു. കറക്റ്റാണ്. അവരുടെ കണ്ണീരിന്റെ ഫലമാണ് ദിലീപും കാവ്യയും ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം കമന്റുകളിൽ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ദിലീപിനെ മാത്രമല്ല മഞ്ജു വാര്യരെയും വിമർശിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ വരുന്നുണ്ട്. തന്റെ കുഞ്ഞിനെ കൂടി ഉപേക്ഷിച്ചയാളാണ് മഞ്ജു വാര്യരെന്നും അതുകൊണ്ട് തന്നെ ഒരിക്കലും മഞ്ജുവിനെ ന്യായീകരിക്കാൻ ആകില്ല എന്നുമാണ് ദിലീപിനെ അനുകൂലിക്കുന്നവർ കമന്റ് ചെയ്യുന്നത്. ശരിക്കും മഞ്ജു വാര്യർ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി എന്നുള്ള ഒരു കാരണം പറഞ്ഞ് മഞ്ജുവിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. പക്ഷേ മഞ്ജു എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നത് മകൾക്ക് അച്ഛനെയാണ് ഇഷ്ടം, ആ ഒരു ഇഷ്ടം തനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫൈറ്റ് അവർ നടത്താത്തത്. ഒരു അമ്മയ്ക്കും കഴിയാത്ത കാര്യം. എന്നിട്ടും ദിലീപ് ആ കുട്ടിയെ ഡീസന്റായി വളർത്തി കാവ്യയും. അത് ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ പറയുന്നത്. കാരണം കാവ്യ മാധവനോടൊപ്പമാണ് ഇപ്പോൾ മീനാക്ഷി കഴിയുന്നത്. ഈ ഒരു വിവാഹം നടന്നതും മീനാക്ഷിയുടെ ഇഷ്ടത്തോടു കൂടിയാണ് എന്ന് ദിലീപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മീനാക്ഷിയും രംഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ജുവിന് കുടുംബജീവിതം ഇഷ്ടമില്ല, ആടിയും പാടിയും നടക്കണം, കുറെ പണം ഉണ്ടാക്കണം, ജനങ്ങളുടെ കൈയടി കിട്ടണം, ഭർത്താവും വേണ്ട മകളും വേണ്ട എന്നാണ് മറ്റൊരാളുടെ കമന്റ്. എന്നാൽ ഇരുവരുടെയും ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് അറിയാതെ എന്തിനാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ചിലരും. ആരും ആരെയും കുറ്റം പറയേണ്ടതില്ല. നമുക്കാർക്കും അവർക്കിടയിലുള്ളത് അറിയില്ലല്ലോ. അവർക്ക് പരസ്പരം ബഹുമാനമുണ്ട്, നമ്മൾക്ക് എന്താ പ്രശ്നം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്. അത് ശരിയാണ്. ഇവരുടെ കുടുംബത്തിൽ എന്താണ് ആക്ച്വലി നടന്നതെന്നുള്ള കാര്യം ഇരുവർക്ക് മാത്രമേ അറിയാവൂ. വരുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള കമന്റുകളും അവരും കേൾക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അങ്ങനെയാണല്ലോ. ഇതിനോടൊപ്പം തന്നെ ദിലീപിന്റെ മറ്റൊരു വീഡിയോ വൈറലാകുന്നുണ്ട്. അതിലെ അവതാരകൻ ചോദിച്ചത് മഞ്ജു വാര്യരെ അല്ലാതെ അതിനു മുന്നേ വേറെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ദിലീപിനോട് ഒരു അവതാരകൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് പ്രേമിച്ചിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരൻ, അതായത് നമ്മുടെ ദിലീപ് പറയുന്നത്. ഡിംപിൾ കപാഡിയെ പ്രേമിച്ചിരുന്നു. ഡിംപിൾ കപാഡി ആരാണെന്ന് അറിയാലോ, ഫേമസ് ആയിട്ടുള്ള ബോളിവുഡ് താരമാണ്. രാജേഷ് ഖന്നയാണ് ഡിംപിൾ കപാഡിയെ വിവാഹം ചെയ്തത്. പക്ഷേ അവരറിഞ്ഞില്ല ഞാൻ അവരെ പ്രേമിച്ചതെന്ന്. രസകരമായ രീതിയിലാണ് ഇതിന് ഉത്തരം നൽകിയത്.
അന്ന് ദിലീപിനേക്കാൾ 10 വയസ്സിന്റെ മൂപ്പുണ്ട് നമ്മുടെ ഡിംപിൾ കപാഡിയയ്ക്ക്. അപ്പൊ വയസ്സ് അവിടെ പ്രശ്നമൊന്നുമില്ല, ഏത് ഏജിലുള്ള ആൾക്കാർക്കും ആര് വേണം വിവാഹം കഴിക്കാം അല്ലെ. പരസ്പര വിശ്വാസവും മനപ്പൊരുത്തവും അത് തന്നെയാണ്. അതിന് ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആരും നോക്കാറും കൂടി ഇല്ല. സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്നയുടെ ഭാര്യയായിരുന്നു ഡിംപിൾ. എന്റെ കാമുകി വേറെ കല്യാണം കഴിച്ചു, അമ്മയും പിന്നെ അമ്മുമ്മയുമായി. എന്റെ കാമുകി വല്ലാതെ വളർന്നു. ദൈവമേ, അവർ ഇതൊന്നും അറിയില്ലേ എന്ന് ദിലീപ് ചിരിച്ചുകൊണ്ട് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. മഞ്ജു പൊസസീവായ ഭാര്യയാണോ എന്നായിരുന്നു അടുത്ത ചോദ്യം. അപ്പൊ മഞ്ജു പൊസസീവ് ആയിട്ടുള്ള ഒരു ഭാര്യ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന് ദിലീപിന്റെ മറുപടി ഇങ്ങനെയാണ്: അത് സ്വാഭാവികമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. ഏത് ഭാര്യ ആയാലും പൊസസീവ് ആകും അല്ലേ, അതോ ശരിയാണ്. പ്രേമിച്ച് നടക്കുമ്പോഴുള്ള സ്നേഹം വിവാഹം കഴിച്ചാൽ കാണില്ല എന്നുള്ളത് മിക്ക ഭാര്യമാരുടെയും പരാതിയാണ്. എന്ത് തോന്നുന്നു എന്നായി അവതാരകന്റെ അടുത്ത ചോദ്യം. പ്രേമിക്കുന്നതിനിടയിൽ നമ്മൾ സമയം കണ്ടെത്തി കാമുകയെ കാണാൻ പോകും. എന്നാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. കല്യാണത്തിന് ശേഷം വീട്ടിലെത്താൻ അരമണിക്കൂറോ 1 മണിക്കൂറോ വൈകും. കുറച്ചൊക്കെ ഉഴപ്പും. അത് കാണുമ്പോൾ ഭാര്യ വിചാരിക്കും, അന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. എന്റെ കാര്യത്തിൽ പഴയതിനേക്കാൾ വലിയ തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് വീട്ടിലെത്താൻ കഴിയില്ല എന്ന് ദിലീപ് പറയുന്നുണ്ട്. ശരിക്കും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ മലയാളികൾ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടും. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലെ ഒരു കാര്യം ഏതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു വിവാഹമോചനത്തിനുള്ള മെയിൻ കാരണവും അത് തന്നെയാണ്. എന്തായാലും കാവ്യ മാധവനെ ദിലീപ് വിവാഹം കഴിച്ചത് 2016 നവംബർ 25-നായിരുന്നു. അതായത് വിവാഹം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇവർ ഈ ഒരു വിവാഹത്തെ കുറിച്ച് അനൗൺസ് ചെയ്തത്. ഇരുവരും അഭിനയിച്ചിരുന്ന സമയത്ത് നമുക്കറിയാം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നുവാണെങ്കിലും പക്ഷേ ഈ ഒരു വിവാഹ കാര്യം പെട്ടെന്ന് അനൗൺസ് ചെയ്തപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. എന്തായാലും സിനിമയിൽ കണ്ട അതേ കെമിസ്ട്രിയോടുകൂടി തന്നെയാണ് ഇരുവരെ ഇപ്പോൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. കാരണം ഈ ഒരു റിലേഷൻ എങ്കിലും അങ്ങനെ പോകട്ടെ എന്ന് തന്നെയാണ് ആരാധകരും കമന്റ് ഇടുന്നത്. അതുപോലെ തന്നെ മഞ്ജു ഒറ്റപ്പെടലിലാണ്. മകൾ മീനാക്ഷി എന്തെങ്കിലും തിരിച്ചു വരുമ്പോൾ താൻ സ്വീകരിക്കുമെന്ന് അന്ന് ഈ ഒരു വിവാഹമോചന സമയത്ത് മഞ്ജു ഒരു കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരെ സ്നേഹിച്ച ആരാധകർക്ക് ഒരു മറുപടി എന്നോണം അവരൊന്ന് ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി. അന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ മഞ്ജു അവസാനമായിട്ട് മീനാക്ഷിയെ കുറിച്ച് പറഞ്ഞതൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു കാവ്യ മാധുവിനെ വിവാഹം കഴിക്കാൻ മകൾ മീനാക്ഷിയാണ് നിർബന്ധിച്ചതെന്നാണ് ദിലീപ് മറ്റൊരു അവസരത്തിൽ പറഞ്ഞിരുന്നത്. ദിലീപ് മഞ്ജു വിവാഹവും വിവാഹമോചനവും, ദിലീപ് കാവ്യ വിവാഹവും, അതുപോലെ മകൾ മീനാക്ഷിയും, പിന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. നടി ആക്രമിക്കപ്പെടുന്ന കേസിൽ ഏകദേശം ഈ ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ആ ഒരു വിചാരണ വേള. പക്ഷേ ഇതിനെന്താണ് സംഭവിക്കുന്നതുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടെത്താൻ സാധിക്കും. കാരണം ഈ അടുത്ത പൾസ് സുനി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഈ ഒരു വിധിക്ക് അവസാനം ദിലീപിന് അനുകൂലമാണോ, അത് ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ